അന്ധകാരവും പ്രലോഭനങ്ങളും. എന്റെ മനസ്സ് പ്രത്യേകമായ വിധത്തിൽ പ്രകാശമറ്റതായി. ഒരു സത്യവും എനിക്ക് വ്യക്തമല്ലായിരുന്നു. ദൈവത്തെപ്പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയം പാറ പോലെ കഠിനമായി അനുഭവപ്പെട്ടു. അവിടത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു കണിക പോലും അത് എന്നിൽ ഉളവാക്കിയില്ല. അവിടത്തോട് അടുക്കാൻ ബലം പിടിച്ച് പരിശ്രമിച്ചു. എന്നാൽ ഞാൻ വളരെ വലിയ പീഡ അനുഭവിച്ചു. കർത്താവിനെ പ്രകോപിപ്പിച്ച് കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി. പണ്ട് ധ്യാനിച്ചിരുന്നതുപോലെ ധ്യാനിക്കാൻ എനിക്കൊട്ടും തന്നെ സാധിച്ചിരുന്നില്ല. ഒരു വലിയ ശൂന്യത എന്റെ ആത്മാവിൽ അനുഭവപ്പെട്ടു. ഒന്നുകൊണ്ടും ആ ശൂന്യത നികത്താൻ എനിക്ക് സാധിച്ചില്ല. ദൈവത്തിനു വേണ്ടിയുള്ള വലിയ ദാഹവും അഭിവാഞ്ചയും എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഞാൻ തീർത്തും ബലഹീനയാണെന്ന് മനസ്സിലാക്കി. സാവധാനം വരിവരിയായി വായിച്ച് ധ്യാനിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അതും പരാജയപ്പെട്ടു. ഞാൻ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ ദുരിതങ്ങളുടെ ഗർത്തം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു. ഏതെങ്കിലും ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ചാപ്പലിൽ കയറുമ്പോഴെല്ലാം എനിക്ക് കൂടുതൽ പീഡകളും പ്രലോഭനങ്ങളും അനുഭവപ്പെട്ടിരുന്നു. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ദിവ്യബലിയുടെ സമയം മുഴുവൻ എന്റെ അധരങ്ങളിലേക്ക് കടന്നുവരുന്ന ദൈവദൂഷണപരമായ ചിന്തകളാൽ ഞാൻ വിഷമിച്ചു. വിശുദ്ധ കൂദാശകളോട് എനിക്ക് വെറുപ്പായി. ഒരു വിധത്തിലും അതിൽ നിന്ന് എനിക്കൊരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് ഞാൻ കരുതി. ഞാൻ അവ സ്വീകരിച്ചിരുന്നത് എന്റെ കുമ്പസാരക്കാരനോടുള്ള അനുസരണ മൂലം മാത്രമായിരുന്നു. ഈ കണ്ണടച്ചുള്ള അനുസരണം മാത്രമായിരുന്നു ഞാൻ സ്വീകരിക്കേണ്ട മാർഗം, എന്റെ രക്ഷയുടെ അവസാന ആശ്രയം. ഇതെല്ലാം ദൈവം അയക്കുന്ന പരീക്ഷണങ്ങളാണെന്നും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ അതൃപ്തിപ്പെടുത്തുകയല്ല, മറിച്ച് ഏറ്റവും തൃപ്തിപ്പെടുത്തുകയാണെന്നും ആ വൈദികൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ വളരെയധികം സ്നേഹിക്കുന്നതിന്റെയും അവിടത്തേക്ക് നിന്നിൽ നല്ല വിശ്വാസമുള്ളതിന്റെയും അടയാളമാണിത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ അവിടുന്ന് നിനക്കയക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും എന്നെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ളതായി എനിക്ക് തോന്നിയില്ല. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വളരെയധികം വിഷമിക്കുമ്പോൾ, ഞാൻ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് ഈ പീഡകൾ എന്നെ വിട്ടുപോകുകയും കുമ്പസാരക്കൂട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ വീണ്ടും അവ കൂടുതൽ ഭീകരതയോടെ എന്നെ ഗ്രസിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചു. ആ സമയത്ത് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മുഖം നിലത്തു ചേർത്ത് വെച്ച് ഇപ്രകാരം ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു: അങ്ങ് എന്നെ കൊന്നാലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഈ വ്യഥയാൽ മരിച്ചുപോകുമെന്ന് ഞാൻ കരുതി. ദൈവം എന്നെ കൈവിട്ടു എന്ന ചിന്തയാണ് എന്നെ ഏറ്റവും അധികം പീഡിപ്പിച്ചിരുന്നത്. മറ്റു പല ചിന്തകളും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തിന് പുണ്യപ്രാപ്തിക്കായി പരിശ്രമിക്കണം? നന്മ പ്രവൃത്തികൾ ചെയ്യണം? എന്തിന് പരിത്യാഗം ചെയ്ത് സ്വയം നശിക്കണം? വ്രതങ്ങൾ എടുത്തതുകൊണ്ട് എന്തു ഗുണം? പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തു ഫലം? ബലിയായതുകൊണ്ടും സ്വയം എളിമപ്പെടുത്തുന്നതുകൊണ്ടും എന്തു പ്രയോജനം? എന്തിന് എല്ലാ സമയത്തും എന്നെ തന്നെ ബലിയാക്കണം? ദൈവം എന്നെ കൈവിട്ടിരിക്കുന്നതിനാൽ എന്തു പ്രയോജനം? എന്തിനീ പരിശ്രമങ്ങളെല്ലാം? എന്റെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് ദൈവം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ.